ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ 13-ാമത്തെ ശ്ലോകമാണല്ലോ ചെയ്തതല്ലേ. 13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ദേഹാഭിമാനമുള്ള ഈ ജീവന് ദേഹത്തിൽ എങ്ങനെയാണ് ദേഹത്തിന് മാറ്റങ്ങൾ വരണത്, അതായത് ബാല്യം, യൗവനം അല്ലേ, പിന്നെ മിഡിൽ ഏജ്, വാർദ്ധക്യമൊക്കെ വരുന്നത് പോലെ തന്നെ ഉള്ളൂ. എന്ത്, ഈ ദേഹത്തിന് ഇതുവരെ വന്ന മാറ്റങ്ങളെ പോലെ തന്നെ ഉള്ളൂ മരണവും. മരണം കഴിഞ്ഞ് വേറൊരു ദേഹം സ്വീകരിക്കലും ഒക്കെ അതുപോലെ ഉള്ളൂ. അതുകൊണ്ട് ദേഹമാണ് ഇവിടെ നശിക്കണത്. ആത്മാവിന്, ആ ദേഹത്തിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിന് നാശമില്ല, അതെന്നുള്ളതാണ് എന്ന് അറിയുന്ന ആളാണ് ശരിക്ക് ധൈര്യമുള്ള ആളെന്ന് പറയാം, നമ്മൾ ധീമാൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ അർജുന, നിനക്കിങ്ങനെ അതറിയുമെങ്കിൽ നിനക്കിപ്പം ഉണ്ടാവണ ഈ വിഷമം ഉണ്ടാവില്ല. ഞാൻ ആൾക്കാരെ കൊല്ലുകയാണെന്നുള്ള വിഷമമില്ല. കാരണം അവരൊന്നും അവരുടെ ഈ കാണുന്ന ശരീരമല്ല. അപ്പം മരിച്ചാലും ഇപ്പം കുട്ടി ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വന്നു, യൗവനത്തിൽ നിന്ന് മിഡിൽ ഏജിലേക്ക് വന്നു അല്ലേ, മിഡിൽ ഏജിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് വന്നു, അതുപോലെ തന്നെ ഉള്ളൂ മരണം. മരിച്ചിട്ട് വേറൊരു ദേഹം സ്വീകരിക്കണു, ആദ്യ ബാല്യം, അതത്രേ ഉള്ളൂ. പക്ഷേ ഏത് ശക്തിയാണ് ഈ ദേഹത്തിനെ പ്രകാശിപ്പിച്ചിരുന്ന ആ ശക്തി മാത്രമേ സ്ഥിരമുള്ളൂ. മറ്റത് വെറും ജഡാണ്. അതറിഞ്ഞു വെച്ചാൽ പിന്നെ നീ ഇപ്പം വിഷമിക്കണ പോലെ വിഷമിക്കില്ല. അതറിയൂ എന്ന് പറയാണ്. ധീരന്മാർക്ക് അതറിയാം എന്ന് പറയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ദേഹി പറഞ്ഞാൽ എന്താ അർത്ഥം? ദേഹി പറഞ്ഞാൽ ദേഹത്തിനെ സ്വന്തമായി വിചാരിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിനെ സ്വന്തമാണെന്ന്, ശരീരം ഞാനാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലേ ദേഹി എന്ന് പറയുള്ളൂ. എപ്പോഴാണ് ദേഹി അല്ലെങ്കിൽ ഈ ദേഹി, ഇതിൻ്റെ ഉള്ളിലിരിക്കണ ആ ആത്മാവ് ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുമ്പോൾ ജീവാത്മാവാണ്. അപ്പോഴാണ് മൂന്ന് ദേഹം ഉണ്ടല്ലോ, ഈ പിന്നെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അതായത് ഗ്രോസ് ബോഡി, സട്ടിൽ ബോഡി, കോസൽ ബോഡി. എപ്പോഴാണ് ഈ ദേഹിക്ക് അല്ലെങ്കിൽ ജീവാത്മാവിന് എപ്പോഴാണ് ഈ മൂന്ന് ദേഹത്തിൽ നിന്നും മോചനം, മുക്തി ലഭിക്കണ, അപ്പം പരമാത്മാവായി. ദേഹി വെൻ ഫ്രീ ഫ്രം ഓൾ ദീസ് 3 ദേഹാസ്, ഗ്രോസ്, സട്ടിൽ ആൻഡ് കോസൽ. അല്ലെങ്കിൽ എപ്പോഴാണ് ജീവാത്മാവ് സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും കാരണ ശരീരത്തിൽ നിന്നും മോചനം പ്രാപിക്കണം, അപ്പോൾ പരമാത്മാവായി. ഇതിനോട് ചേരുമ്പോഴാണ് നമ്മൾ ജീവാത്മാവ് പറയണേ. അതറിഞ്ഞാൽ പിന്നെ ആ പരമാത്മാവിന് നാശമില്ല. അത് നീ മനസ്സിലാക്കിയാൽ പിന്നെ ഈ വിഷമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതാണല്ലോ നമ്മൾ പറഞ്ഞതല്ലേ. അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേലേക്ക് പോവുകയാണ്. അടുത്തേൽ എന്താ പറഞ്ഞാൽ, ഓക്കെ, ആത്മാവ് നിത്യനാണെന്ന് അറിഞ്ഞ ആൾക്ക് അയ്യോ അയാൾക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന് ആ ദുഃഖം ഉണ്ടാവില്ല. ശരി, അതാണല്ലോ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത്. എന്നാലും ഈ ഇപ്പോഴുള്ള ശരീരം ഉണ്ടല്ലോ, ഇപ്പോൾ ആ ശരീരത്തിനിപ്പോൾ നോക്കൂ, പല ദുഃഖങ്ങളും ഉണ്ടാവണു. ചൂട്, തണുപ്പ്, വേദന ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് മോഹങ്ങളൊക്കെ ഈ ശരീരത്തിനുണ്ട്. അപ്പോൾ ഈ പിന്നെ എന്താണ്, നമുക്ക് ഇങ്ങനത്തെ ഉള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിക്കാലോ അർജുനൻ. അങ്ങനെ ചോദിച്ചാലോ, ശരിയാണ്, ആത്മാവാണ് നിത്യം, ഇതൊന്നും നിത്യമല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്ന് ഇനി അർജുനൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത് കേട്ടോ. ശരിയാണല്ലോ, നമുക്കിപ്പോൾ ആത്മാവാന്ന് അറിഞ്ഞാലും നമുക്കിപ്പോൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ശരീരത്തിന് ഉണ്ടാവണ എല്ലാം നമ്മൾ സഫർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനത്തെ ദുഃഖങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഭഗവാനെ എന്ന് ചോദിച്ചാലോ വെച്ചിട്ടാണ് നെക്സ്റ്റ് ശ്ലോകത്തിന് ഉത്തരമാണത് കേട്ടോ. ചോദിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ ചോദിക്കണതെന്ന് വിചാരിക്കാം. നമുക്കുണ്ടല്ലോ സംശയം. അപ്പോൾ അത് നമുക്ക് ആ സംശയം തീർക്കാൻ പോവുകയാണ് ഭഗവാൻ.
മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാ ആത്മാ ആഗമാന്നല്ലേ, നോക്കട്ടെ കേട്ടോ, ഞാൻ തെറ്റുണ്ടോന്ന് എഴുതിയില്ല. ഇല്ല, അതെ ആഗമാപായിനോ നിത്യ, അനിത്യ എന്നാണ്. ആഗമാപായിനോ നിത്യാസ്ത്വാം സ്ഥിതിച്ഛ്വസ ഭാരത. നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. എന്താണ്? ഹേ കൗന്ദേയ, കുന്തിപുത്ര. അപ്പം അത് വിളിക്കണേനും കുറച്ചൊരർത്ഥം ഉണ്ട്. കാരണം കുന്തി ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച ആളാണ്. നല്ല തിദിക്ഷ പറയും, അതായത് സുഖവും ദുഃഖവും വരുമ്പോൾ അതിനെ ഒരുപോലെ എടുത്ത് സഹിച്ച ആളാണ്. അങ്ങനെയുള്ള ആളുടെ മകനാണല്ലോ. അപ്പം നീയും അങ്ങനെ വേണമെന്ന് ഒരു ഒരു ധ്വനി അതിലുണ്ട് കേട്ടോ. ഹേ കൗന്ദേയ, കുന്തിപുത്ര, മാത്രാസ്പർശഹാത്തു, അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഈ വിഷയങ്ങളോടുള്ള, സെൻസ് ഓബ്ജക്ട്സിനോടുള്ള ആ ബന്ധമുണ്ടല്ലോ, ആ റിലേഷൻഷിപ്പ്. ശീതോഷ്ണ സുഖദുഃഖദാഹ, ശീതം ഉഷ്ണം, അതായത് തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം, അങ്ങനെ ഓപ്പോസിറ്റായിട്ടുള്ള ദ്വന്ദ്വങ്ങൾ എന്ന് പറയും, ഓപ്പോസിറ്റ്സ്. ശീതോഷ്ണ സുഖദുഃഖത, അതായത് എപ്പോഴാണ് അത് ഉണ്ടാവണം അറിയോ? ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് അത് ഉണ്ടാവണത്. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുമായിട്ട് സംബന്ധം ഉണ്ടാവുമ്പോൾ, അതായത് വെൻ സെൻസ് ആർ വിത്ത് ദ സെൻസ് ഓബ്ജക്ട്സ്, വെൻ ദ സെൻസ് കണക്റ്റഡ് ടു ദ സെൻസ് ഓബ്ജക്ട്സ്, നമുക്ക് ഈ ദ്വന്ദ്ങ്ങൾ, അതായത് ഓപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടാവണം. സുഖവും ദുഃഖവും ചൂടും തണുപ്പും ഒക്കെ ഉണ്ടാവണതേ. ആഗമാപായിന, അപ്പോൾ എന്താ ഭഗവാൻ പറയണത് വെച്ചാൽ അതൊക്കെ ഉണ്ടാവും, ശരിയാണ്, ശരീരം ഉണ്ടാവുമ്പോൾ. അതാണല്ലോ ഇപ്പോൾ സംശയം. അത് നമുക്ക് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, ഞാൻ ആത്മാവാണെന്ന് വെച്ചാലും. പക്ഷേ എന്താണെന്നാണ്, അതൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ അതൊക്കെ ആഗമാപായിനഹ, അതൊക്കെ വന്നും കൊണ്ടും പോയും കൊണ്ടിരിക്കണതാണ്. ആഗമം വരിക, ആഗമാപായിന, വരും പൂവും വരും പൂവും അല്ലേ, സ്ഥിരമല്ല. കുറച്ചു നേരം വേദിച്ചു, ആ വേദന പോയി. ഭയങ്കര ചൂട് വേനൽക്കാലത്ത്, അത് കഴിഞ്ഞാൽ അത് പോയി, തണുപ്പായി അല്ലേ, അല്ലെങ്കിൽ വെറ്റ്, തണുപ്പ്, മഴ. അപ്പോൾ ഒന്നും സ്ഥിരമല്ല, അത് മാറി മാറി വരുന്നുണ്ട്. സുഖവും ദുഃഖവും അങ്ങനെ തന്നെയാണ് അല്ലേ. അനിത്യാഹ, ഒന്നും നിത്യങ്ങളല്ല. ഈ ജഡശരീരത്തിൽ വരുന്ന ഒന്നും നിത്യമല്ല, മീൻസ് പെർമനൻ്റ് അല്ല. അതുകൊണ്ട് എന്താണ്, താൻ ആ ശീതോഷ്ണാദികളെ, അതായത് ഈ ഓപ്പോസിറ്റ്സ് പറഞ്ഞില്ലേ, ദ്വന്ദ്ങ്ങൾ, ഈ സെൻസ് ഓബ്ജക്ട്സിനെ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ പ്രാപിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖവും ദുഃഖവും ശീതവും ചൂടും തണുപ്പും അങ്ങനെയുള്ള സന്തോഷവും സന്താപവും എല്ലാം ഉണ്ടല്ലോ. അങ്ങനത്തെ ഓപ്പോസിറ്റ്സൊക്കെ എന്താ ഒരു വഴിയുള്ളത്? ഒറ്റ വഴിയുള്ളൂ. അതൊക്കെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ദേഹം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിന്? അല്ലയോ ഹേ ഭാരത, ഹേ ഭരതർഷഭ, മീൻസ് എന്താണ്? ഹേ ഭരതൻ്റെ വംശത്തിൽപ്പെട്ട അർജുന, തിദിക്ഷസ്വ, അതിനെയൊക്കെ നീ ഒരു പരാതി ഇല്ലാതെ സഹിച്ചാലും. അതാണ് അപ്പം ഈ ഒരൊറ്റ ശ്ലോകത്തിൽ അത് മാത്രമേ പറയുള്ളൂ. എന്താ അർജുന, ഈ ഇന്ദ്രിയങ്ങൾ വഴി ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളായിട്ട് ബന്ധം ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന പലതരം അനുഭവങ്ങൾ, ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അതൊക്കെ വന്നും കൊണ്ടും പോയും കൊണ്ടും ഇരിക്കും അർജുന. അത് നിവൃത്തിയില്ല, അൺഅവോയ്ഡബിളാണ്. ഈ ബോഡി ഉണ്ടെങ്കിൽ, ബോഡിയിൽ ഇരിക്കണോളത്തോളം കാലം അത് നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ ഓപ്പോസിറ്റായിട്ടുള്ള വികാരങ്ങളെ അത് നിത്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക ആദ്യം. അത് ഇറ്റ്സ് ഓൺലി എ പാസിങ് ഫേസ്. ദിസ് ഓൾസോ വിൽ പാസ്. ഈ ഒരു അവസ്ഥയും മാറും എന്നാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ സഹിച്ചാലും എന്നാണ് പറയുന്നത്. തിദിക്ഷ എന്ന് പറഞ്ഞാൽ അതാണത്രേ. ഈ ഓപ്പോസിറ്റായിട്ടുള്ള എന്ത് അനുഭവങ്ങൾ വന്നാലും അതിനെ
ക്ഷമയോടും പരാതി ഇല്ലാതെയും സാരമില്ല, ഇത് പെർമനൻ്റ് അല്ല, ഇത് സ്ഥിരമായിട്ടുള്ളൊരനുഭവമല്ല, ഇനി വേറൊരു അനുഭവം വരും, ഇതൊന്നും കൂടാതെ കഴിയില്ല, ഒഴിച്ചു കൂടാൻ പറ്റില്ലാത്താണ് എന്ന് വിചാരിച്ച് സഹിക്കുകയാണ് ഏറ്റവും അധികം നമ്മളെ സ്പിരിച്വൽ പാത്തിൽ പോവാൻ സഹായിക്കണത്, മുമ്പിലേക്ക് പോവാൻ എന്നാണ് പറയണതിൽ ഭഗവാൻ. അതായത് എന്താ വെച്ചാൽ ഈ ഹോൾ ദൃശ്യപ്രപഞ്ചം തന്നെ എന്താ അറിയോ, ഇന്ദ്രിയവും ഇന്ദ്രിയ വിഷയമാണ് മുഴുവൻ. ഈ ദൃശ്യപ്രപഞ്ചം കാണുന്നത് മുഴുവൻ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ അനുഭവിക്കണതേ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്താ? ഈ കോൺഷ്യസ്നെസ് ഇല്ല നമുക്ക്. ആ ബോധം എന്ന് പറയണത് നമ്മളെ ഞാൻ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടെങ്കിലേ ഈ എല്ലാ എക്സ്പീരിയൻസും ഉള്ളൂ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആ ബോധം പോയി നമ്മൾ വിചാരിക്കണ ഇഫ് വി ആർ അൺകോൺഷ്യസ്, നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ പോയി വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല. ജഡമാണ്, പിന്നെ ശവമായിട്ട് കിടക്കുകയുള്ളൂ അല്ലേ. നമുക്ക് ആ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നമുക്കിപ്പോൾ അതല്ലേ സർജറിയൊക്കെ ചെയ്യുമ്പോൾ വേദന ഇല്ലല്ലോ. അപ്പോൾ ബോധമില്ലാത്ത സമയത്ത് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളും ഇല്ല, ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് അത് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുള്ള ഒരു വികാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ എന്താ ഇവിടെ ഭഗവാൻ ഇൻഡയറക്റ്റായിട്ട് പറയണമല്ലോ. അപ്പം നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലെ അടുത്ത് പോകുമ്പോൾ സെൻസസിനെയും സെൻസ് ഓബ്ജക്ട്സായിട്ട് അത് കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവണ എല്ലാ വികാരങ്ങളെയും നമ്മുടെ ആ കോൺഷ്യസ്നെസ്സിൽ നിന്ന് ബോധത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുക പറ്റണത്രേ. അതിന് അങ്ങനെ നമ്മളൊക്കെ ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയസുഖങ്ങളും ശരിക്കും എൻ്റേതല്ല, ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് എനിക്കുണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിയാൽ നമുക്ക് നമ്മളിൽ തന്നെ നമ്മുടെ സ്വസ്വരൂപത്തിൽ നമുക്ക് ആ സെൽഫിൽ അബൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ സ്വസ്വരൂപത്തിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമ്മളെ ബോധറിയില്ല. പക്ഷേ അങ്ങനെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും നമ്മൾക്ക് അകറ്റണമെങ്കിൽ എന്താണ് വഴി എന്നാണ് ഭഗവാൻ പറഞ്ഞത്? തിതിക്ഷ, ടോളറൻസ്. ശരിക്കും ടോളറൻസ് എന്നല്ല കേട്ടോ അത്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ഇംഗ്ലീഷിൽ അതിനൊരു വാക്കില്ല സത്യം പറഞ്ഞാൽ. തിതിക്ഷ പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ കാണുന്നതിനാണ്. പരാതി ഇല്ലാതെ നന്മയും തിന്മയും സുഖത്തിനെയും ദുഃഖത്തിനെയും ഒക്കെ ഒരുപോലെ കാണുന്നതാണ് ശരിക്കും തിതിക്ഷ. അത് ടോളറൻസ് എന്നുള്ള വാക്കേ നമുക്ക് ഉപയോഗിക്കാനുള്ളൂ. അതുകൊണ്ട് പറയണത് ടോളറൻസ് അല്ല കേട്ടോ, സഹിക്കുക. അതായത് എന്നാലേ ഇപ്പം ആദ്യം പറഞ്ഞല്ലോ ഭഗവാൻ എന്താ, നമ്മൾ കോൺഷ്യസായിട്ട് ഈ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും നമ്മളിൽ നിന്ന് അകറ്റാൻ നോക്കുക. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും അകറ്റിയാൽ നമുക്ക് അതാണ് ഇക്വാനിമിറ്റി എന്ന് പറയാം കേട്ടോ. തിദിക്ഷയ്ക്ക് അങ്ങനെയും പറയാം. ഫേസ് ഓൾ ദ ഓപ്പോസിറ്റ്സ് വിത്ത് ഇക്വാനിമിറ്റി. അത് കുറച്ചും കൂടി നല്ല വാക്കാണ് ടോളറൻസിനേക്കാൾ കേട്ടോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്ത് പറ്റണ അത്രേ വിഷയസുഖങ്ങളോട് പിന്നാലെ പോവും. അപ്പം നമുക്ക് അനുഭവങ്ങളുണ്ടാവും അല്ലേ, വികാരങ്ങൾ നെഗറ്റീവും പോസിറ്റീവും. അപ്പം അതിനെ പറ്റണ അത്രേ ഈ ബോധത്തിൽ നിന്ന്, അതായത് ഞാൻ എന്നുള്ള ശരിക്കുള്ള ഞാനുണ്ടെന്നുണ്ടല്ലോ, ആ അഹംബോധത്തിൽ നിന്ന്, അഹങ്കാരമല്ല കേട്ടോ, അഹങ്കാരമായാൽ ഞാൻ ബോഡിയെന്ന് വിചാരിക്കേണ്ടതാണ്. ആ അഹംബോധത്തിൽ നിന്ന് അകറ്റി നിർത്താൻ, അതായത് പറ്റണത്രേ സെൻസും ഇന്ദ്രിയ വിഷയങ്ങളെയും പറ്റി നമ്മൾ കൂടുതലും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കണതാണ് എന്ത് ഫേസിങ് ദിസ് വിത്ത് ഇക്വാനിമിറ്റി തിദിക്ഷ. അതാണ് ഭഗവാൻ പറയണത്. അങ്ങനെ അകറ്റി കൊണ്ടുപോയാൽ അവസാനം ബോധം തന്നെ പ്രകാശിക്കാൻ തുടങ്ങും. നമ്മൾ ഈ ബോധത്തിൽ നിന്ന് നമ്മുടെ ഈ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്സ്പീരിയൻസിനെയൊക്കെ നിസ്സാരമായി കരുതി
അതിനെ ഇക്വാണിമിറ്റിയോട് കൂടിയിട്ട്, അതായത് തിദിക്ഷയോടുകൂടി സമഭാവനയോടുകൂടി നോക്കാൻ തുടങ്ങിയാൽ എന്താവും? നമ്മൾ അകന്ന് പോവും. എന്നിട്ട് നമ്മൾ ബോധം പതുക്കെ ഷൈൻ ചെയ്യാൻ തുടങ്ങും. നല്ലോണം ഇങ്ങനെ സ്റ്റാർട്ട് ഷൈനിങ്. അതിങ്ങനെ ആ സ്വയം പ്രകാശ സ്വരൂപൻ ഉള്ളിലുണ്ടല്ലോ, അതിൻ്റെ മറയാണതേ. ആ മറ നീങ്ങി പോവാൻ നമ്മൾ അകലേക്കാക്കുകയാണേ. അപ്പം ഇങ്ങനെ പ്രകാശിക്കും. അപ്പം നമുക്ക് പിന്നെ ദേഹത്തിന് സംഭവിക്കണമെന്നൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. അതാണിതിൽ പറയണത്. തിദീക്ഷയാണത്രേ നമുക്ക് ഈ എന്താ പറയുക, സ്പിരിച്വൽ പാത്തിൽ, ആധ്യാത്മിക പാതയിൽ നമുക്ക് മുമ്പോട്ട് പോവാൻ ഏറ്റവും സഹായിക്കണ തിദീക്ഷയെന്ന് മഹാത്മാക്കളൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണ്. എല്ലാം വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഇപ്പോൾ പല ഇതിലും നമ്മൾ വായിക്കുമല്ലോ, ദിസ് ഓൾസോ വിൽ പാസ്. അത് എക്സാക്ട്ലി തന്നെയാണ്. ഇത് സ്ഥിരമല്ല. ഇപ്പോൾ ഒരു ദുഃഖം വന്നു, കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം മാറും. കുറഞ്ഞ സുഖം വന്നും ആ സുഖവും ഇല്ലാണ്ടാവും അല്ലേ. അത് ഒരു വേദന വന്നു ദേഹത്തിന്, ആ വേദന കുറച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് കുറേ ദിവസം വേദന ഉണ്ടെന്ന് വരിച്ചോളൂ. അപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറുന്നു വിചാരിച്ച് മിണ്ടാതെ സഹിക്കുക. ഇനി അതല്ല, കുറേയും കൂടി വേദന ഉണ്ടാൽ മരിക്കും ഞാൻ. അപ്പോൾ എൻ്റെ ഈ ജഡമായിട്ടുള്ള എന്താണ് ശരീരം നശിക്കും. അപ്പം എൻ്റെ വേദന മാറും. അങ്ങനെ നമ്മൾ പരാതി ഇല്ലാതെ, ഇത് എളുപ്പമാണെന്നല്ല കേട്ടോ, ഭഗവാൻ പറയണത് പറയാൻ തന്നെ. ഞാൻ ഭഗവാൻ പറഞ്ഞു എന്ന് എല്ലാ വ്യാഖ്യാതാക്കളും പറയണത് ഞാനും പറയാണ്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എളുപ്പമല്ലെങ്കിലും നമുക്കിത് മനസ്സിലാക്കാമല്ലോ. പറ്റണം അത്രേ. നമുക്ക് വാട്ട് എവർ ഈസ് കമ്മിങ് ഓൺ അവർ വേ, നമ്മുടെ ദേഹത്തിനോ മനസ്സിനും ഇതിപ്പോൾ ഉണ്ടല്ലോ ദുഃഖമൊക്കെ, ദേഹത്തിനോ മനസ്സിനോ വരണതൊക്കെ പരാതി ഇല്ലാതെ, ഇതൊന്നും സ്ഥിരമല്ല, എൻ്റെ ആത്മാവിന് ഇതൊന്നും ബാധിക്കണില്ല, ഞാൻ ഇതൊന്നും എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാനിപ്പോൾ അജ്ഞാനം കൊണ്ട് ബോഡിയെന്ന് വിചാരിച്ചിട്ടാണ്, സാരമില്ല, ഇതൊന്നും ശാശ്വതമല്ല എന്ന് വിചാരിച്ച് സഹിക്കുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ സഹിക്കുമ്പോഴാണ് വി ആർ മൂവിങ് മോർ ടുവേർഡ്സ് ദ ആത്മാ ആൻഡ് ഗോയിങ് ഫാർ അവേ ഫ്രം ദ ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ അനുഭവങ്ങൾ. അങ്ങനെയാകുമ്പോൾ ആ ആത്മാവ് പ്രകാശിച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ പ്രകാശം കൊണ്ട് ഇത് മുഴുവൻ നമ്മൾ മറക്കും. അപ്പോൾ നമുക്ക് ആത്മാവ് നമ്മളെ ഒരു ദുഃഖവും നമ്മളെ ഇപ്പോൾ ബാധിക്കാതെ ആവും. അതാണ് ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 15ലേക്ക് പോവാം. 14 വായിച്ചിട്ട് കേട്ടോ. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാസ്ത്വാം തിദിക്ഷസ്വ ഭാരത. അപ്പോൾ ഈ 2:14 രണ്ടാമത്തെ അധ്യായം 14 ഏറ്റവും പ്രധാനമായിട്ടുള്ള തിദിക്ഷ എന്നുള്ള വാക്കാണ്. ഫേസിങ് ഓൾ ദ ഓപ്പോസിറ്റ്സ് വിത്ത് ഇക്വാണിമിറ്റി ഓർ എല്ലാ ദ്വന്ദ്വങ്ങൾക്കും അതീതമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതായത് എല്ലാ ദ്വന്ദ്ങ്ങളെയും പരാതിയില്ലാതെ സഹിച്ച് അതിനെ നമ്മളങ്ങോട്ട് ജയിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മ പ്രകാശം കൂടുതൽ ശോഭയോടുകൂടി പ്രകാശിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ഈ ജഡശരീരത്തിനെ ബാധിക്കുന്നതൊക്കെ നമ്മളെ ബാധിക്കാതാവും എന്നാണ് ഭഗവാൻ പറയണത്. അപ്പോൾ അർജുനോട് ആ ഒരു ആൻസറും പറഞ്ഞു. ഇനി 15 യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസമം ധീരം സോമൃതത്വായ കൽപ്പതേ സഹ അമൃതത്വായ കൽപ്പതേ എന്നാണ് കേട്ടോ. അത് അപ്പോൾ നോക്കാം. പുരുഷർഷഭ, ഹേ പുരുഷന്മാരിൽ ഋഷഭനായവനെ, മീൻസ് പുരുഷന്മാരിൽ വളരെ ബെസ്റ്റ് ഓഫ് മെൻ തന്നെ പറയാം. അതായത് ബുൾ എമംഗ് മെൻ, ഋഷഭം കാള എന്നുവെച്ചാൽ അതായത് പുരുഷശ്രേഷ്ഠ എന്ന് വിളിക്കണം. പുരുഷർഷഭ. യം പുരുഷം മീൻസ് ഏതൊരു ആള് ന വ്യഥയന്തി
വിഷമമില്ലാതിരിക്കണുവോ? എപ്പോ? ഏതേ വെച്ചാൽ ഇവിടെ ഈ ഇപ്പോൾ പറഞ്ഞ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ദ്വന്ദ്വങ്ങൾ അല്ലെങ്കിൽ പ്രാരബ്ധം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും പല 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 പിന്നെ എന്താ പറയുക, നമ്മുടെ അനുഭവങ്ങളും നല്ല അനുഭവവും ചീത്ത അനുഭവം ഒക്കെ ഉണ്ടല്ലോ, പ്രാരബ്ധം കൊണ്ട് അനുഭവിക്കേണ്ടി വരുമല്ലോ. അതാണ് ഇവിടെ ഏതേഹേന്ന്. സമദുഃഖ സുഖം, അതായത് ഈ സുഖത്തിനെയും ദുഃഖത്തിനെയൊക്കെ ഈ പ്രാരബ്ധം അനുസരിച്ച് വരുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും സമഭാവനയോടുകൂടി കാണുക, ഇക്വാണിമിറ്റിയോടുകൂടി കാണുക. അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുക? ധീരം. അങ്ങനെയുള്ള ആളാണ് ധീരൻ, ബ്രേവ്. അതായത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും സാരമില്ല, അതൊരു പാസിങ് ഫേസാണ് എന്ന് വിചാരിച്ച് അതിനെയൊക്കെ ഒരു വിഷമമില്ലാതെ സഹിച്ചിരിക്കുന്ന ആളെയാണ് ധീരൻ എന്ന് പറയുകയെന്ന്. അങ്ങനെയുള്ള ധീരന് അമൃതത്വായ കൽപ്പതേ, അങ്ങനെയുള്ള ധീരന് മാത്രമേ ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അമൃതത്വം, അതായത് മരണമില്ലായ്മയാണല്ലോ അമൃതത്വം. ആ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുമല്ലോ നമ്മളെ, അല്ലെങ്കിൽ ആ അമൃതത്വം ലഭിക്കണമെങ്കിൽ അതുപോലെയുള്ള ധീരന് മാത്രമേ പറ്റുള്ളൂ. ആ ബുദ്ധി കൊണ്ട്, അതാണ് ധീ പറഞ്ഞ ബുദ്ധിയല്ലേ, ബുദ്ധി കൊണ്ട് ഈ സുഖദുഃഖങ്ങളെ സമഭാവനയോടുകൂടി കാണുന്ന ആൾക്ക് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് അമൃതത്വായ കൽപ്പത എന്നുള്ളതോ അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. അതായത് നമ്മൾ ഏതാണ് സ്ഥിരം ഏതാണ് പെർമനൻ്റ് അല്ലാത്തതെന്ന് മനസ്സിലാക്കണമല്ലോ, എന്നാലല്ലേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ പെർമനൻ്റ് അല്ലാത്തതിനെ പറ്റി ഒന്നും നമ്മൾ ദുഃഖിക്കില്ല. ഇത് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കി ശരിക്കത് ഉൾക്കൊണ്ടാൽ പിന്നെ അർജുന അത് ചെയ്യൂ നീയെന്നാണ് പറയണത്. അതായത് അതാണ് ഏറ്റവും അതായത് ധീര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷയേഭ്യ ധിയം രാതി ഇതി ധീര. അതായത് ആരാണ് വിഷയങ്ങളിൽ നിന്ന്, അതായത് സെൻസ് ഓബ്ജക്ട്സിൽ നിന്ന് ആരാണ് ബുദ്ധിയെ പുറകോട്ട് വലിക്കുന്നത്, മീൻസ് ബുദ്ധിയെ അതിൽ നിന്ന് മാറ്റുന്നത്. വൺ ഹൂ വിഡ്രോസ് ബുദ്ധി ഫ്രം സെൻസ് ഓബ്ജക്ട്സ്, വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ മാറ്റി നിർത്തുന്ന ആളാണത്രേ ധീരൻ. അങ്ങനെയുള്ള ആളൊക്കെ എന്നാലല്ലേ പറ്റുള്ളൂ സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാൻ. സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണണം വെച്ചാൽ ഇതൊക്കെ സ്ഥിരമല്ലാത്തതാണ് നല്ല ബോധ്യം വേണം. ബോധ്യം ഉണ്ടായാലോ അറിഞ്ഞാൽ പോരാ, അത് നല്ല കൺവിക്ഷൻ വേണം, ബോധ്യം വേണം. എന്നാൽ പിന്നെ എന്തായി, എന്നാൽ പിന്നെ സുഖദുഃഖങ്ങൾ വന്നാലും സാരമില്ല എന്ന് വെച്ചിട്ട് തിദക്ഷയോടുകൂടി ഇരിക്കും. അങ്ങനത്തെ ആളെയാണ് ധീരൻ എന്ന് പറയണത്. അങ്ങനത്തെ ആളൊക്കെ അമൃതത്വം ഉള്ളൂ എന്ന്. ഇമ്മോർട്ടാലിറ്റി അമൃതത്വത്തിന് അവരെയാണ് അർഹരുള്ളൂ. അല്ലാതെ എല്ലാ സുഖവും ദുഃഖവും അയ്യോ എനിക്ക് മാത്രം വന്നൂലോ, കരഞ്ഞു അപ്പിളിഞ്ഞു അങ്ങനെയുള്ളവർക്ക്, കാരണം അത്ര ദേഹമായിട്ട് നമ്മൾ പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അപ്പോഴാണ് എത്രത്തോളം നമ്മൾ ദേഹമാണെന്ന് വിചാരിക്കണു, ഞാൻ എൻ്റെ എന്നുണ്ടല്ലോ, ആ അഹന്തയും മമത, അഹങ്കാരമാണ് കേട്ടോ, അഹംബോധമല്ല. ആ അഹങ്കാരവും എൻ്റെ എന്നുള്ള വിചാരവും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ ദുഃഖം അനുഭവിക്കും, അത്രത്തോളം ദുഃഖം അനുഭവിക്കുക. അതാണ് ഇവിടെ പറയണത്. പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് ഈ അഹംബോധത്തിൽ പൊന്തി മറയുന്ന എന്തൊക്കെയോ വികാരങ്ങളാണിത്, എന്തൊക്കെയോ ദൃശ്യങ്ങളാണ് ഈ ജഗത്ത് മുഴുവൻ. ആ അഹംബോധത്തിൽ പൊന്തി മറയുന്ന ദൃശ്യങ്ങൾ മാത്രമാണെന്നിങ്ങട് മനസ്സിലായോ, പിന്നെ ഇതൊന്നും സാരല്ലേണ്ടേ അല്ലേ. ആ അഹംബോധത്തിൽ പൊന്തി മറയുന്നത് ഏതുപോലെ, വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാവണു, കുറച്ച് നേരം നിൽക്കണു, പൊട്ടണു അല്ലേ, അതുപോലെ ഉള്ളൂ. ഇവിടെ എല്ലാം എന്ന് മനസ്സിലായാൽ പിന്നെ എളുപ്പമായില്ലോ.
അതാണ്. അപ്പം ധീരൻ അങ്ങനെയാണ്. അങ്ങനത്തെ ധീരനെ അമൃതത്വമുള്ളൂ. അല്ലാതെ നമുക്ക് ജ്ഞാനം മോക്ഷം കിട്ടാൻ വഴിയില്ല. ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. അതുവരെ എത്താൻ കർമ്മയോഗവും ഭക്തിയോഗവും ഒക്കെ സമ്മതിക്കും. പക്ഷേ അങ്ങനെ അതുകൊണ്ടൊക്കെ മനസ്സ് ശുദ്ധമായി നമ്മൾ ഈ എന്താണ് അസ്ഥിരമായിട്ടുള്ളത് അസ്ഥിരമാണെന്ന് മനസ്സിലാക്കി ഏതാണ് ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഇവിടെ കാണുന്നത് മുഴുവൻ അനാത്മാവാണ്, ഇംപെർമനൻ്റാണ്, സ്ഥിരമല്ലാത്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് തന്നെ തോന്നുന്നതാണ് പറയണത്. ഈ റിയലൈസേഷൻ വന്നവരെ അങ്ങനെയാണ് പറയണത്. അപ്പം നമുക്ക് ഈ അഹംബോധത്തിൽ പൊന്തി മറയണ ദൃശ്യമാണ്, വെറും സ്വപ്നം പോലെയാണ് ഈ ലോകം എന്ന് തോന്നും. അപ്പം ദുഃഖിക്കില്ല, സന്തോഷം വന്നാൽ സന്തോഷിക്കില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പൂർണ്ണ ആനന്ദത്തിൽ തന്നെ നിൽക്കും. അതാണ് പറഞ്ഞിട്ടോ. അപ്പോൾ ഈ ജഡമായിട്ടുള്ള ശരീരം ചൈതന്യവും അങ്ങനെയാണ്, രണ്ട് കാര്യമല്ലേ ഉള്ളത്. ഈ ശരീരമുണ്ട്, ആ ശരീരത്തിനെ ചൈതന്യവത്താക്കുന്ന ഈ പരമാത്മ ചൈതന്യവും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. അങ്ങനെ രണ്ട് കാര്യം ശരിക്കുള്ളൂ. പക്ഷേ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഈ ചൈതന്യം ഉണ്ടല്ലോ, ചൈതന്യം ഈ ദേഹമാണെന്ന് വിചാരിക്കുമ്പോൾ ദേഹം അനുഭവിക്കണതൊക്കെ അനുഭവിക്കും. നേരെ തിരിച്ച് ആ ചൈതന്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ദേഹത്തിനെ വേറെ ആയിട്ട് കാണുക വെച്ചാൽ ഒന്നും അനുഭവിക്കില്ല. അതാണല്ലോ രണ്ട് പക്ഷിയുള്ള കഥ പറയുമല്ലോ, ഗോൾഡൻ ബേർഡ്സ്, സ്വർണ്ണ പക്ഷികൾ ഒരു മരത്തുമ്പിലിരിക്കുന്നുണ്ട്. ഒരു പക്ഷി ആ മരത്തുമ്പിലത്തെ പഴം ഒക്കെ നല്ല പഴമോ ചീത്ത പഴമോ എന്താ വെച്ചാൽ അതൊക്കെ കൊത്തി തിന്ന് സുഖിച്ചിരിക്കും ഇങ്ങനെ. മറ്റേ പക്ഷി മിണ്ടാതെ എപ്പോഴും ശാന്തമായിട്ടിരിക്കും. അപ്പോൾ ഈ പഴം കൊത്തി തിന്നുന്ന പക്ഷിയാണ് ജീവാത്മാവ്. ഇത് നോക്കിയിരിക്കണ പക്ഷിയാണ് പരമാത്മാവ്. എന്താ അറിയോ, ജീവാത്മാവ് എന്താ അറിയോ, ജീവാത്മാവ് പറഞ്ഞു വെച്ചാൽ അത് നല്ല രസമായിട്ട് തോന്നി എനിക്ക്. ജീവാത്മാവ് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഈ ജഡശരീരം ആൻഡ് ചേതനൻ എന്ന് പറയാം നമുക്ക്. ജഡശരീരം വെച്ചാൽ ഈ ചൈതന്യം ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജഡം എന്ന് പറയണത്. ഡെഡ് പോലെയാണ്. അതിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ചൈതന്യം ഉള്ളിലില്ലെങ്കിൽ. നമുക്കറിയാലോ, ജീവൻ പോയാൽ ശവമാകൂല, അപ്പോൾ ശവം എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ജഡം എന്ന് പറയാം. അപ്പോൾ ഈ ജീവാത്മാവ് പറയണത് എന്താ വെച്ചാൽ ശരിക്കൊരു മിക്സ്ചറാണ് ഈ ജഡശരീരത്തിൻ്റെയും നമുക്ക് പരമാത്മാവിനെ ചേതനൻ എന്ന് പറയാം. അപ്പോൾ ജീവൻ എന്നുള്ളത് ഒരു മിക്സ്ചർ ഓഫ് ദിസ് ജഡശരീരം ആൻഡ് ചേതനൻ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം. അപ്പോൾ നമ്മൾ ഈ തിദിക്ഷ ഇങ്ങനെ, അതായത് ഈ നമ്മളെ ഈ പിന്നെ ഫേസിങ് എവറിത്തിങ് ഇക്വാണിമിറ്റി പറഞ്ഞില്ലേ, തിദിക്ഷ നമ്മൾ കണ്ടിന്യൂസിനായിട്ട് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഈ ജഡശരീരത്തിനല്ലേ പിന്നെ ജന്മവും എക്സിസ്റ്റൻസും ഡെത്തും ഒക്കെ ഉള്ളൂ, സഫറിങ്ങും ഒക്കെ. അപ്പോൾ ഈ ചേതനൻ എപ്പോഴാണ് ജീവനാവണം അറിയോ, ഈ ചേതനൻ ഇടത്ത് ഭാഗത്താന്ന് വിചാരിച്ചോളൂ, ചേതനൻ നടുക്ക് ജീവൻ, ഇവിടെ ജഡശരീരം. ഈ ചേതനൻ ഇപ്പം ജീവൻ ഇല്ല അപ്പോൾ എന്ന് വെച്ചോളൂ കേട്ടോ. ചേതനൻ ഈ ജഡശരീരത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് ജീവനായി തീരണത്. ആ ജീവനായി തീരുമ്പോൾ, ജീവാത്മാവായി തീരുമ്പോൾ എന്താ വെച്ചാൽ ഈ ശരീരത്തിനോട് തൊട്ട് കിടക്കുമ്പോൾ ശരീരമാണെന്ന് വിചാരിച്ചിട്ടേ ഈ ശരീരം അനുഭവിക്കണതൊക്കെ ഞാൻ അനുഭവിക്കുക എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ചേതനൊന്നും പറ്റിയിട്ടില്ല, ചേതന അവിടെ തന്നെ ഉണ്ട്. ചേതനം കംപ്ലീറ്റ്ലി നീങ്ങണില്ല, തോന്നുകയാണ്, അത്രയേ ഉള്ളൂ. അതാണ് ജീവൻ. പക്ഷേ എപ്പോഴാണ് ഇതൊക്കെ വെറും ജഡാണെന്ന് മനസ്സിലാവണേ? അപ്പോൾ അതിനാണ് പറയണത് തിദിക്ഷ. നമ്മൾ തിദിക്ഷ ഈ സ്പിരിച്വൽ പാത്തിൽ ഈ ഒരു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ തിദിക്ഷ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമ്മളെ ഈ ജഡശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദൃക് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ മാറി വി ആർ മൂവിങ് ടുവേർഡ്സ് ദ പരമാത്മ ചൈതന്യം. നേരെ തിരിച്ച് നമ്മൾ എത്രത്തോളം ഇതിലൊക്കെ ഇത്രത്തോളം ജഡശരീരം എന്നാണ് ഞാൻ എന്ന് വിചാരിക്കും തോറും നമ്മൾ അകന്നകന്ന് പോവുകയാണ്. അതാണ് പറയുന്നത്. കാരണം ജഡശരീരത്തിന് സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതിന് ജനനുണ്ട്, കുറച്ച് ദിവസം ഇരിക്കും, കുറച്ച് ദിവസം നശിക്കും. വേറെ ഏതൊരു വസ്തുക്കളെ പോലെ. ഒരു കുട മേടിച്ചു, കുറച്ച് ദിവസം പുതുതായിട്ടിരുന്നു, കുറച്ച് ഞാൻ പഴതായി കീറി കളഞ്ഞു, അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ വെച്ചാൽ ഈ സുഖദുഃഖങ്ങളെയൊക്കെ ഈക്വലായിട്ട് കാണുക. എന്നിട്ട് സ്ലോലി ഈ ബുദ്ധിയെ വിഷയങ്ങളിൽ നിന്ന് വലിക്കുക. എന്നിട്ട് ധീരനാവുക. അപ്പോഴാണ് ഈ പ്രകാശം നല്ലോണം പരമാത്മ ചൈതന്യം തെളിഞ്ഞ് കിട്ടുന്നത് അപ്പോഴാണ്. അപ്പോൾ തിദിക്ഷ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇതിലും പറയണത് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, അങ്ങനെയുള്ള ആൾക്ക് തിദിക്ഷ അനുഭവിച്ച് ധീരനായിട്ടുള്ള ആൾക്ക് മാത്രമേ അമൃതത്വം ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അയ്യോ 30 മിനിറ്റായി. ഇതൊക്കെ അത്ര എക്സ്പ്ലനേഷനാണ്. ഈ 2-ാം അധ്യായം 3-ാം അധ്യായം നമുക്ക് കുറേ പതുക്കെ പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ കേട്ടോ. സാരമില്ല. പക്ഷേ ഇത്ര ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. ഭഗവാൻ എത്രത്തോളം ചെയ്യിക്കണു അത്രത്തോളം നമുക്ക് ചെയ്യാം. എല്ലാം ഭഗവതി ഇച്ഛയാണല്ലോ. പകുതിക്ക് വെച്ച് നിർത്താം. അപ്പോൾ ഞാൻ ധൃതിയൊന്നും പിടിച്ച് ചെയ്യുന്നില്ല. നമുക്ക് പതുക്കെ പോവാം. അപ്പം ഞാൻ ഇത് വായിച്ചിട്ട് നമുക്ക് എത്രയാണ് ഇപ്പോൾ വായിച്ചത് നമ്മൾ നെക്സ്റ്റ് ശ്ലോകം 16, അപ്പോൾ 15 വായിച്ചിട്ട് നിർത്താം കേട്ടോ. അപ്പോൾ ഈ ജഡശരീരം നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്ന് മടങ്ങി അകലേക്ക് പോകാൻ പറ്റുക? ജഡശരീരത്തിൽ നിന്ന് വിട്ട് ചേതനൻ്റെ അടുത്തേക്ക് പരമാത്മയിലേക്ക് എങ്ങനെ പോവാം എന്നൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വായിച്ചിട്ട് നിർത്താം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാ ആഗമാപായിനോ നിത്യാസ്താം സ്ഥിതിക്ഷസ്സ ഭാരതാം. അതല്ല, അത് 14ആണ്. 15 വായിക്കട്ടെ കേട്ടോ, തെറ്റി. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസമം ധീരം സോമൃതത്വായ കൽപ്പതേ. അങ്ങനത്തെ ധീരനെ അമൃതത്വമുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.